ആദിവാസികൾ വന്നതെന്ന് പറഞ്ഞാൽ ആദിവാസികൾ ഈ നാട്ടുകാരല്ല. ഈ നാട്ടുകാർ ഞങ്ങൾ കൊണ്ടുവന്നത് വയനാട്ടിലെ ഒരു ഞങ്ങൾ കോട്ടയായം താലൂക്കാണ് ഞങ്ങളുടെ സ്വദേശം. കോട്ടയായ രാജാവിൻ്റെ സൈന്യങ്ങളാണ് ഞങ്ങൾ. അങ്ങനെ ഈ വയനാട്ടിലെ ഇവരെ ബന്ധപ്പെട്ട ഒരു രാജാവാണ് വയനാട് കേളുമൂപ്പ എന്ന് പറഞ്ഞ ആൾ. അയാൾ ഈ വയനാട്ടിലെ മൃഗത്തിൻ്റെ ശല്യം കൊണ്ട് അവിടുന്ന് ഈ രാജാവോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ 47 ആളെ നമ്മളൊന്നും കണ്ടിട്ടില്ലേ, ഇങ്ങോട്ട് അയച്ചിന് പോലും. അയച്ചിട്ട് 48 ആൾ വന്നിട്ട് മൃഗത്തിനെ വേട്ടയാടി ഈ മൃഗശല്യങ്ങൾ കുറേ എല്ലാം അമ്പ് ചെയ്ത് കുറച്ച് കൊന്ന് കുറേ താഴെ കുറച്ചൊരു വന്നിട്ട് മല മറിഞ്ഞ് താഴോട്ടും പോയി. കൊട്ടൂർ സൈഡ് അപ്പുറം പേരാവർ കൊട്ടൂടി ഇരുട്ടി അങ്ങനെ പോയി. കുറേ ആൾ ഇങ്ങോട്ട് കയറി. കുറേ ആൾ ഈ രാജാവിൻ്റെ കയ്യിൽ എത്തിയതിന് ശേഷമാണ് ഈ മൃഗങ്ങളൊക്കെ കൊന്ന് പിന്നെ ഓരോ സ്ഥലത്തിൽ തിരിച്ച് പോകാൻ നോക്കുമ്പോൾ ഒരു അമളി പറ്റി. എന്താ അമളി പറ്റിയെന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ മകൾക്ക് എല്ലാം ഞങ്ങൾ ഈ സൈന്യങ്ങളെ വിടുന്ന അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഇഷ്ടമില്ലാതെ വരുമ്പോൾ ഈ രാജാവിൻ്റെ കാര്യക്കാരോട് ഈ മകൾ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വില്ലമ്പെടുത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ താഴെ ഗേറ്റിൻ്റെ അവിടെ കൂടും. ചോറ് വെച്ച് രാത്രി ചോറൊക്കെ വെച്ച് തീയലിട്ട് ചോറൊക്കെ വെച്ച് കുളിച്ച് വന്ന് ഈ അമ്പും വില്ലും ഇങ്ങനെ നെഞ്ഞത്ത് വെച്ച് കിടന്നുറങ്ങും. ഇവിടെ വെച്ച് കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങുന്ന അവസരത്തിൽ രാജാവേ ഇനി ഞങ്ങളുടെ രാജ്യത്തേക്ക് പോട്ടെ, എന്നാൽ നാളെ പോവാം. അങ്ങനെയൊക്കെ ആയിട്ട് ഈ പെൺകുട്ടി വിട്ടില്ല. ഈ പെൺകുട്ടി ഞങ്ങളന്ന് കരിനായർ. ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയോ, നാളെ പോകുമെന്ന് പറയുമ്പോൾ ഈ സൈന്യങ്ങളോട് പറഞ്ഞ് അവരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ഒരു പാത്രത്തിൽ ചുണ്ണാമ്പ് കലക്കണം. ചുണ്ണാമ്പ് കലക്കിയിട്ട് എല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ അതിലൊരു ചെറിയൊരു മുണ്ട് ചുറ്റി, ഒരു കൊള്ളിൽ മുണ്ട് ചുറ്റി ഈ ചുണ്ണാമ്പ് കുറ്റിട്ട് എല്ലാവരും ഉറച്ചക്കൂടി ഒരടയാളം കൊടുക്കണം. ഒരടയാളം കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും കാട്ടോടയിലില്ല ഓടി മൃഗത്തിനൊക്കെ കൊണ്ടു പിടിച്ച് ശീലം കൊണ്ട് കിടന്നങ്ങനെ പറഞ്ഞു. ഉറങ്ങുന്ന അവസരത്തിൽ ഇവർ മെല്ലെ രാത്രി 1-2 മണിക്ക് വന്നിട്ട് ഈ ചുണ്ണാമ്പ് പാത്രത്തിൽ നിന്ന് ഈ കൊള്ളിൽ തുണി ചുറ്റിട്ട് എല്ലാം പുറത്ത് കൂടി അരയാണ്. അപ്പോൾ നാളെ രാവിലെ പോകണമല്ലോ. ഇതിവിടെ ഞങ്ങൾ കാണുന്നില്ലല്ലോ. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് വന്ന് അച്ഛാ അവരെ പോകാൻ വേണ്ടി ഇറങ്ങി, നിങ്ങളുടെ മുന്നിൽ വരാൻ പറയുന്നു. മുന്നിൽ വരുമ്പോൾ അവർ പടനായരൊന്നല്ല, അവർ പടനായരന്മാരല്ല, അവർ കുറിച്ചറ, കുരി തൊട്ട ആളുകൾ, കുറിച്ചറ. മനസ്സിലായോ? അവർ കുറിച്ചറ. പിന്നാലെ നോക്കി അപ്പാന്ന് പറഞ്ഞു. പിന്നാലെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് വെള്ളപ്പൊട്ട്. അങ്ങനെ ഒരു സ്ഥിതിയാണ് പറ്റിച്ചത്. പൈസ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒരു കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അവിടെ ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ മുഴി ദൈവങ്ങൾ കോപിക്കും ഞങ്ങളോട്. ഇത് ചെയ്യണം, ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് അത് അവർക്ക് സമ്മതിക്കണം, അതുപോലെ ചെയ്യണം. അത് ആ സമ്മതമാണെങ്കിൽ ആ മൂട് വരും. അയാൾ മൂടും വരും. മൂടെന്ന് പറഞ്ഞാൽ അറിയില്ല, അടപ്പ്. നമ്മളൊരു കാര്യം ഉദ്ദേശിക്കും, ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ പിന്നെ അത് ഉദ്ദേശിച്ച കാര്യം ക്ലിയർ ആണെങ്കിൽ പിന്നെ സ്തംഭം, പുള്ളി, അടപ്പ്, ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഗുണമുണ്ട് എന്നുള്ളതാണെങ്കിൽ പിന്നെ ചാപ്പ,
ഈ ചാപ്പ 1-2 ചാപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരം പുള്ളി സ്തംഭം സ്തംഭം അത് ക്ലിയർ നല്ലത്. പുള്ളി മോശം അടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നെ ഏതെങ്കിലും കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കും. ഞങ്ങൾ ആചാരത്തിന്റെ ഭാഗം ഞങ്ങൾ ചിലപ്പോൾ പിന്നെ അങ്ങനെയാണ് മൃഗങ്ങളെല്ലാം കാട്ടിൽ പോയിട്ട് പിന്നെ എന്തായാലും ഇതേപോലത്തെ സാധനത്തിന് പിടിക്കാൻ പോകുമ്പോൾ ഇത് നോക്കിയിട്ട് കിട്ടും എന്നുള്ളതല്ല നോക്കിയിട്ട് പോകും. അപ്പൊ കിട്ടുന്നതാണെങ്കിൽ സ്തംഭം തന്നെ 3 പ്രാവശ്യം വീഴും. അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നിയാൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുമ്പോൾ അത് പുള്ളിയാവും, സ്തംഭം നേരെ പുള്ളിയാവും. അപ്പൊ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇനിയും അത് വേറെ എന്തെങ്കിലും കാര്യം ഞങ്ങൾ ഊഹിച്ചെടുത്തിട്ട് പിന്നെ ഒന്നുകൂടി നോക്കി പിന്നെ ചില കാരണങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കും. ചില കാരണങ്ങളായിട്ട് കണ്ടുപിടിക്കും. അത് ഞങ്ങളുടെ ഒരു ആചാരത്തിന്റെ ഒരു ഭാഗം, റെക്കോർഡിക്കില്ല, നേരത്തെ വരുന്ന ആചാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് മൊത്തത്തില് പിന്നെ ജനറലായിട്ട് പറയാനാണെങ്കിൽ ആ കാര്യം പറയുമ്പോൾ പിന്നെ ചിലപ്പോ നിങ്ങളെ പോലത്തെ ഉദ്ദേശിച്ച് കഴിയുമ്പോൾ അതിനൊരു അർത്ഥം കാണുന്നില്ല, ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ പണ്ട് വിശ്വസിച്ച് വരുന്ന ഒരു ആചാരത്തിന്റെ ഭാവമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾ പാരമ്പര്യം. ആ പാരമ്പര്യം ഞങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യില്ല. അന്ന് ഫുള്ള് കാടും മൃഗങ്ങളും ഒക്കെയാണ്. ഒരാളെ കാണണമെങ്കിൽ ഒരു 10 മൈൽ പോകണം, അപ്പോൾ ഒരു മനുഷ്യന് കാണും. അതുവരെ വെറും കാടും മൃഗങ്ങളും തന്നെ. ഇവിടെ നിന്ന് ഒരാളെ കാണണമെങ്കിൽ വാളാട് അങ്ങാടി പോകണം, അതല്ലാതെ ഒരാളെ കാണില്ല. അന്ന് വയനാട് ഫുള്ള് കാട് തന്നെയാണ്. ഇപ്പോഴാണ് വയനാട് പോയിട്ട് സ്വർഗ്ഗലോകന്മാരായി. ഒന്നേ ഉള്ളൂ. അതല്ല അല്ല, ഇത് കൊല്ലനുണ്ടാക്കും, ബാക്കി ഫുള്ള് ഞങ്ങൾ ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത് ഫുള്ള് ഞങ്ങൾ ബാക്കിയല്ല ഞങ്ങൾ. ഇവിടെ തന്നെ കുറച്ച് വണ്ടിയുണ്ട്.
വെള്ളത്തിലേ ഇതാണ് മീൻ. കുണ്ടം കേറിയാലും ഇങ്ങോട്ട് വരില്ല. ആ പുറത്ത് വരില്ല. അതാ അയച്ചു കാണിച്ചു മീനിന് കൊണ്ടാലുള്ള സാമ്പിൾ മീനിനെ കൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റാവും, ഇങ്ങനെ ഉരിക്കും. അപ്പോൾ മീനിൻ്റെ പുറത്തുണ്ടാവും, ഇത് അടിച്ച് പൊട്ടില്ല. കയറുമ്പോൾ നിൽക്കും, മീൻ കയറുന്ന നിൽക്കും. അതിങ്ങനെ ഊരാണ്ട് നിന്നാൽ അടിച്ച് ഒടിച്ച് കളയും. അപ്പോൾ ഇത് കുണ്ടം കയറി കഴിഞ്ഞാൽ ഇത് പുടയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഊരും. അപ്പോൾ വിലയില്ലാണ്ടാവും. അപ്പോൾ പിന്നെ ഈ കയറുമ്പോൾ നിൽക്കും. പിന്നെ മീൻ എന്ത് കളിച്ചാലും ഇത് വീഴുമ്പോഴും പോകും. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ആറ്റ് പോകുമ്പോൾ ഈ കോലിങ്ങനെ വെള്ളത്തിന് മേലെ കാണും. വെള്ളത്തിന് വേറെ കാണും. അപ്പോൾ മീൻ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കണം. ഓ അങ്ങനെ ആയിരിക്കില്ല. മീൻ ഇത് വലിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. കൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. കൊണ്ട് കഴിഞ്ഞാൽ മീൻ പുടയ്ക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ അയ്യോ ഈ സാധനം മീനായിട്ട് നിൽക്കും. ഇത് വെള്ളത്തിന് മേലെ ഇങ്ങനെ പൊങ്ങി എന്നിട്ട് മീൻ വലിച്ചോണ്ട് പോവാണ്. കൊണ്ട് ഇങ്ങനെ ഓ അങ്ങനെ